തീവട്ടി രാജു പറ്റിച്ചവർ ധൈര്യമായി ചെല്ലുക. തിരുവല്ല CI കട്ടയ്ക്ക് കൂടെയുണ്ട്. ഇന്നലെ വൈകിട്ട് ITV ന്യൂസിലേക്ക് ഞങ്ങൾക്കൊരു കോൾ ലഭിച്ചു. മാങ്കൊമ്പിൽ നിന്ന് ശശാങ്കൻ എന്നൊരു വ്യക്തിയായിരുന്നു ഞങ്ങളെ വിളിച്ചത്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ച 8,86,000 രൂപ മെച്യൂരിറ്റി കാലാവധി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചില്ലെന്നും പണം നിക്ഷേപിച്ച ബ്രാഞ്ചിൻ്റെ സമീപത്തെ പോലീസ് സ്റ്റേഷനായ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ സെറ്റിൽ ചെയ്തു തരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് മടക്കി അയച്ചു എന്നും കഴിഞ്ഞ ദിവസം രാജുവും കുടുംബവും അറസ്റ്റിലായ ശേഷവും പരാതിയുമായി ചെന്നപ്പോഴും പരാതി സ്വീകരിച്ചില്ലെന്നും ദിവസം 3 പരാതിയിൽ കൂടുതൽ സ്വീകരിക്കരുതെന്ന് CIയുടെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് സിവിൽ പോലീസ് ഓഫീസർ മടക്കി അയച്ചു എന്നും പറഞ്ഞാണ് ശശാങ്കൻ ഞങ്ങളെ വിളിച്ചത്. എൻ്റെ പേര് ശശാങ്കൻ എന്നാണ്. വിളിക്കുന്നത് മങ്കൊമ്പിൽ നിന്ന്. ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ട്, അതായത് തിരുവല്ലയിൽ ഉള്ള NCSന്റെ നമുക്കൊരു ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഭാര്യയുടെ പേരിലുള്ള ഡെപ്പോസിറ്റ് ആയിരുന്നു. മൊത്തം 8,86,000 നെടുമ്പറമ്പിൽ ഫിനാൻസിലൂടെ ഫിക്സഡ് ആയിട്ട് ഇട്ടിരുന്നതാണ്. അതിന്റെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുതലായി. പലപ്പോഴായിട്ട് നമ്മൾ അവരെ വിളിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രോപ്പർട്ടി ഉണ്ട്, അത് സെല്ല് ചെയ്ത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല തവണ നമ്മൾ കംപ്ലൈന്റിന്റെ വക്കത്തിൽ വരെ പോകുമ്പോഴും അവർ പറയുന്ന കംപ്ലൈന്റ് ചെയ്യേണ്ട, ഞങ്ങൾ ഈ പ്രോപ്പർട്ടി സെല്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് സെറ്റിൽ ചെയ്തോളാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ എത്തുന്നതിന് മുമ്പ്, അതായത് ഫെബ്രുവരിയിൽ തന്നെ നമുക്കിത് ശരിയാവുകയില്ല എന്ന് തോന്നിയപ്പോഴത്തേക്കാണ് നമ്മൾ ഓൾറെഡി കംപ്ലൈന്റുമായിട്ട് നമ്മൾ ചെന്നത്. തിരുവല്ലയിൽ ചെന്നായിരുന്നു. തിരുവല്ല സ്റ്റേഷനിൽ ഫെബ്രുവരി 29 ഞങ്ങൾ കംപ്ലൈന്റ് കൊണ്ട് പോയതായിരുന്നു. നിങ്ങളുടെ ന്യൂസൊക്കെ കണ്ടിട്ട് ശേഷം ഞങ്ങൾ അവിടെ കംപ്ലൈന്റ് ആയിട്ട് ചെന്നായിരുന്നു. പക്ഷെ അന്ന് അവർ കംപ്ലൈന്റ് വാങ്ങി വെച്ചതല്ലാതെ നമുക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റോ കാര്യങ്ങളോ തരാതെ അവർ നമ്മളോട് പറഞ്ഞിരുന്നത് നിങ്ങളെ അവരുമായിട്ട് വിളിപ്പിക്കാം, അവരത് സെറ്റിൽ ചെയ്യും, അവർ ഒരു പ്രോപ്പർട്ടിയുടെ ഇഷ്യൂസ് കൊണ്ട് മാത്രമാണ് അത് സെറ്റിൽ ചെയ്യില്ല എന്ന് അവർ പറയുന്നില്ല. അവരെന്തായാലും സെറ്റിൽ ചെയ്യും, നിങ്ങളെ അവരെയും കൂടെ വിളിച്ചിരുത്തി നമുക്കൊന്ന് സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ പരാതി മേടിച്ച പോലീസുകാരനാണ് പറഞ്ഞത്. SI ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് കണക്ക് അവരെ വിളിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് അത് സെറ്റിൽമെന്റ് ആവും എന്നാണ് പറഞ്ഞത്. നമുക്ക് പക്ഷേ ഇത്രയും ദിവസത്തിനിടയ്ക്ക് നമുക്കൊരു ഇന്റിമേഷൻസും അവിടുന്ന് ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ അവര് ജയിലിൽ പോയി നിങ്ങളുടെ ബാക്കിയുള്ള ന്യൂസും കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് പിന്നെയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് വീണ്ടും 3:30 നമ്മൾ തിരുവല്ല സ്റ്റേഷനിൽ ചെന്നു. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യം ഒരു മസ്റ്റിൽ ഒരു പോലീസ് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ PR സംസാരിക്കുന്നതിന് മുമ്പ് പുള്ളിയാണ് നെടുമ്പറമ്പിലെ ഇഷ്യൂ ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും, ഇപ്പോൾ എല്ലാവരെയും കൂടെ വിളിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ അവിടെ അവരുടെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിവിൽ പോലീസ് ഓഫീസർ, പേര് നോക്കിയില്ല, പുള്ളി വന്നു നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇന്ന് ഓൾറെഡി 3 കംപ്ലൈൻറ്റ്സ് അവർ എടുത്തു, ഇന്ന് കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല, ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട്, എല്ലാം കൂടെ എടുക്കാൻ അവർക്ക് പറ്റില്ല. നമ്മളപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ആദ്യം തരുന്ന പരാതിയല്ല, നിങ്ങൾക്ക് ഞങ്ങൾ 29 ഫെബ്രുവരിയിൽ ഒരു പരാതി തന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു റെസിപ്റ്റ് തന്നിട്ടില്ല, നമുക്ക് അതിന് ഇതെങ്കിലും സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു റെസിപ്റ്റ് തരണമെന്ന് പറയുന്നത് ഇതിപ്പം 3 എണ്ണം ഒരു ദിവസം പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓൾറെഡി ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു CIയോട്. അപ്പൊ സാറ് പറഞ്ഞേക്കുന്നത് ഒരു ദിവസം 3 എണ്ണം എടുക്കാവുള്ളൂ. നിങ്ങൾക്ക് CIയെ കയറി കാണാം, SHO കാണണമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്, നമുക്ക് SHO കാണണമെന്നാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ SHO അവിടെ സ്ഥലത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ വിളിച്ചു എന്നാ പറഞ്ഞത്. SHO വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇത് കണക്ക് 3 എണ്ണം ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് വാ, ഞങ്ങൾ കംപ്ലൈന്റ് എടുക്കാം, നിങ്ങൾക്ക് പ്രിഫറൻസ് തരാം, രാവിലെ ഒരു 9 ആകുമ്പോൾ വരാൻ പറഞ്ഞു. രാവിലെ അപ്പം നമ്മൾ ചോദിച്ചു നാളെ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ വന്നവരാണ്, ഞങ്ങൾ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ കംപ്ലൈന്റ് തരേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങൾ എന്തായാലും രാവിലെ വരും, നമ്മൾ സംസാരിക്കാം, നിങ്ങൾക്ക് പ്രിഫറൻസ് തരാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചോദിച്ചു നാളെയെങ്കിലും നമുക്ക് ആ റെസിപ്റ്റ് കിട്ടുമോ, ഇവിടെ മേടിച്ചതിന്റെ റെസിപ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ FIR ഇടുന്നതിനകത്ത് റെസിപ്റ്റിന്റെ ആവശ്യമില്ല, അത് ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അവർ മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നതായിട്ടോ നമ്മുടെ കംപ്ലൈന്റ് എടുക്കുന്നതായിട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇത് കണക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളെ എന്തുവാണ് ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തത്. നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്കിപ്പോൾ അവർക്കെതിരെ അവരെ ഇതാക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് ഇത്രയും നാള് പുറത്തു പോയി ഉണ്ടാക്കിയ പൈസയാണ്, നമുക്ക് ഒരു റിട്ടയർമെന്റ് എന്നുള്ള രീതിയിൽ ഇട്ടിരുന്ന പൈസയാണത്. പലിശയില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. അത് തിരിച്ച് കിട്ടുമെന്നെങ്കിലും ഒരു പ്രതീക്ഷയെങ്കിലും ഇവർ തരുവാണ്. ഇത് അവർ പറയുന്നത് കിട്ടും, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നമ്മുടെ ഒരു പരാതി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോപ്പെങ്കിലും ഉണ്ട് നാളെ അത് എന്തെങ്കിലും ആവുമെന്ന്. ഇത് ഒരു ദിവസം 3 പരാതി വെച്ചിട്ട് എടുക്കുള്ളൂ എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്ക് എവിഡന്റ് ആണ് അവരെന്താണ് പ്രൂവ് ചെയ്യാൻ. CI പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു, ഒരു ദിവസം 3 പരാതി വീതം എടുക്കാൻ പാടുള്ളൂ. അതാ അവിടെ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങളെ 5 മണി വരെ ഇവിടെ ഇരുത്തിയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോൾ ഞാൻ പറയുന്നത്. ഞാൻ ഓൾറെഡി വിളിച്ച് സംസാരിച്ചപ്പോൾ CI പറഞ്ഞത് നിങ്ങളെ പറഞ്ഞു വിട്ടേക്കു, നാളെ വരാൻ പറ, ഒരു ദിവസം 3 എണ്ണം എടുത്താൽ മതി
എന്ന് പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ. ഇതിപ്പോ നമുക്ക് വെറുതെ പറയണല്ലോ, ഓൾറെഡി അവിടെ എല്ലാം CCTV കാര്യങ്ങളും ഉണ്ട്. തിരുവല്ലയെ കൊണ്ട് പരാതി കൊടുക്കാൻ കാരണം നമ്മൾ അവിടെയാണ് ഡെപ്പോസിറ്റ്, നമ്മുടെ ബ്രാഞ്ച് അവിടെയാണ്. നമ്മൾ ഓൾറെഡി മങ്കമ്പി ചെന്നപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത സ്ഥലത്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. ഈ ഫെബ്രുവരി 29 തീയതി അവിടെ പോകുന്നത് നമ്മൾ മങ്കമ്പിൽ ആദ്യം ചെന്നതിന് ശേഷമാണ്. 28 തീയതി നമ്മൾ മങ്കമ്പി ചെന്നപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ തിരുവല്ല സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. മങ്കമ്പിയിൽ നിന്ന് തന്നെ തിരുവല്ലയെ വിളിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഓൾറെഡി 36 കേസ് അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കക്ഷി ചേർന്നാൽ മതി, ഇവിടോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നിട്ട് നമുക്ക് അനുകൂലമായിട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. ഈ വിവരം തിരക്കുവാൻ ഞങ്ങൾ തിരുവല്ല SHO BK സുനിൽ കൃഷ്ണയെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം നൽകിയ മറുപടി കേൾക്കുക. തിരുവല്ല SHO ആണോ? അതെ, എന്റെ പേര് സുനിൽ മാത്യു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നായിരുന്നു വിളിക്കുന്നത്. അതെ, ഞാനൊരു മാധ്യമപ്രവർത്തകൻ. ഞാൻ വിളിച്ച മറ്റൊന്നുമല്ല, മറ്റേ ആ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ നമുക്ക് ഒരു ദിവസം 3 കേസ് എടുക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഇപ്പം സാറ് ഇപ്പൊ SHO പറഞ്ഞു 3 കേസിൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് വന്ന ആളുകളെല്ലാം തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞൊരു 5-8 പേര് ഇപ്പൊ അവിടുന്ന് വിളിച്ചിരുന്നേ. കേസ് എടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. നമ്മുടെ സ്റ്റേഷനിൽ അല്ലാതെ തന്നെ ഇത് വലിയൊരു സ്റ്റേഷൻ അല്ലേ, അപ്പൊ അല്ലാതെ തന്നെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മള് ഈ സീനിയോറിറ്റി അനുസരിച്ച് 3 കേസ് വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവരിപ്പോ പറയുന്നത് അവർക്ക് പരാതിക്കാർക്ക് കൊടുക്കുന്നവർക്ക് നേരത്തെ മാസങ്ങളിൽ അവർ സെറ്റിൽ ചെയ്യുന്ന പറഞ്ഞാൽ പറഞ്ഞു വിട്ടു. ഇന്ന് വന്നവർക്ക് റെസിപ്റ്റും കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ SHOയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസറെ വന്നവരെ എല്ലാം തിരിച്ചയച്ചു. എന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു കേസ് എടുക്കുക എന്നുള്ളത് ആ കേസിനകത്ത് FIR ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അന്വേഷണം നടത്തണം. അതിനുള്ള ആളുകൾ നമുക്കില്ല. റെസിപ്റ്റ് കൊടുക്കുന്നതിന് പ്രോബ്ലം ഉണ്ടോ? റെസിപ്റ്റ് ഒരു പരാതി കൈ മേടിച്ചിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നതിന് പ്രോബ്ലം ഉണ്ടോ? അല്ല, അവർ ഈ പറയുന്നവരുടെ എല്ലാം കേസ് എടുക്കും. ഈ പറയുന്നവരുടെ എല്ലാവരുടെയും കേസ് എടുക്കും. ആരുടെയും കേസ് എടുക്കാതിരിക്കുന്നില്ല. ആരുടെയും കേസ് എടുക്കാൻ എല്ലാവരുടെയും കേസ് എടുക്കും. ഇവർ ഇനി 50,000 രൂപ പോയാലും കേസെടുക്കും, 5,000 രൂപ പോയാലും കേസെടുക്കും, 50 ലക്ഷം പോയാലും 5 കോടി പോയാലും കേസെടുക്കും. അല്ല, മറ്റൊന്നുമല്ല സാർ, ഇവർക്ക് ഒരു ഫീൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ചെറിയൊരു വിഷമം തോന്നി ആണ് അവരിങ്ങനെ അവർ എന്നെ വിളിച്ചാൽ എന്റെ നമ്പർ കൊടുക്കുക, എന്നെ വിളിക്കുക, ഞാൻ പറഞ്ഞോളാം. സാറിന്റെ പേര് സുനിലോ? ആ, എന്നെ വിളിച്ചാൽ മതി. നമ്മൾ 5,000 രൂപ പോയാലും പോലും കേസെടുക്കും. പോലെ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ശശാങ്കനും മറ്റു പണം നഷ്ടപ്പെട്ടവരും കേട്ടല്ലോ. CI സുനിൽ സാർ കട്ടയ്ക്ക് കൂടെയുണ്ട്. എത്ര ചെറിയ തുകയാണെങ്കിലും സാർ കേസെടുക്കും. ധൈര്യമായി പോകുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.